ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. കേരളത്തിൽ വീണ്ടും വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി 400-ന് താഴെ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണ വൈകാതെ വീണ്ടും 500-ന് മുകളിലേക്ക് വില ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വെളിച്ചെണ്ണയ്ക്ക് പുറമെ കൊപ്രയുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. നാളുകളായി 350 രൂപ മുതൽ 400 രൂപ വരെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ വില ലിറ്ററിന് വീണ്ടും 450 രൂപയോട് അടുത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വില വീണ്ടും കൂടുമെന്നാണ് സൂചന. തമിഴ്നാട് ലോബികളുടെ നീക്കമാണ് വിലവർദ്ധനവിന് കാരണം. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ കൃത്രിമമായി കൊപ്രാക്ഷാമം സൃഷ്ടിച്ച് വെളിച്ചെണ്ണ വില ഉയർത്തുകയാണെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത്. കൊപ്രയ്ക്കായി തമിഴ്നാടിനെ കൂടുതൽ ആശ്രയിക്കുന്ന കേരളത്തെ ഈ നീക്കം വലയ്ക്കും. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന തേങ്ങയുടെ വരവ് വർദ്ധിച്ചതോടെയാണ് വെളിച്ചെണ്ണ വിലയിൽ നേരിയ കുറവ് സംഭവിച്ചത്. വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും പുറമെ തേങ്ങാവിലയും വർദ്ധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വിപണികളിൽ തേങ്ങയുടെ വിൽപ്പന ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ മകരസംക്രാന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്കും മറ്റും വലിയ അളവിൽ തേങ്ങ വാങ്ങിച്ചതും വിലവർദ്ധനവിന് വഴിയൊരുക്കി. തേങ്ങയുടെ കരുതൽ ശേഖരം മില്ലുടമകൾ വർദ്ധിപ്പിക്കുന്നതും സാഹചര്യം മോശമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗ്രാമീണ ജനതയുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ ചക്കയ്ക്ക് ഇപ്പോൾ നാട്ടിലും മറുനാട്ടിലും ആവശ്യക്കാരേറെയാണ്. ജനുവരി മുതൽ ചക്കയുടെ സീസൺ ആരംഭിച്ചതോടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തു. ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലുമുള്ള പ്ലാവുകളിൽ നിന്നുമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ടൺ കണക്കിന് ചക്കയാണ് വിപണിയിൽ എത്തുന്നത്. നേരത്തെ ആവശ്യക്കാരില്ലാതെ ഗ്രാമങ്ങൾ പഴുത്തുചീഞ്ഞു വീണിരുന്ന ചക്കകളുടെ സ്ഥാനത്ത് ഇപ്പോൾ മൂപ്പത്ത് മുമ്പേ കച്ചവടക്കാർ ചക്ക വില പറഞ്ഞ് സ്വന്തമാക്കുകയാണ്. ചക്കയുടെ ചുള മുതൽ കുരു വരെയുള്ള മുഴുവൻ സാധനങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചു. ചക്ക മുഴുവനായും ചുളകളായുമെല്ലാം മാർക്കറ്റിൽ സുലഭമാണ്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസമാണ് ചക്ക കിട്ടുന്നത്. വിപണിയിലെ താരമായതോടെ സംരംഭകർക്ക് വിശാല സാധ്യതകളാണ് ചക്ക നൽകുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ വലിയ വരുമാനം നേടാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. സീസൺ ആരംഭിച്ചതോടെ ഇത്തവണയും ചക്ക വിപണി ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ചക്ക സീസണിലും ടൺ കണക്കിന് ചക്കകളാണ് അതിർത്തി കടക്കുന്നത്. വീടുകളിൽ നിന്ന് ചെറിയ വിലകളിൽ വാങ്ങുന്ന ചക്കകൾ വിപണിയിലെത്തിയാൽ പിന്നെ മോഹവിലയാണ്. കാഡ്സ് കർഷക ഓപ്പൺ മാർക്കറ്റിൽ വരിക്ക ചക്ക കിലോയ്ക്ക് 30 രൂപയ്ക്കും ചക്കച്ചുള 100 രൂപയ്ക്കും ചക്കച്ചുള അരിഞ്ഞത് 110 രൂപയ്ക്കുമാണ് കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത്. ചക്കക്കുരു 50 രൂപയ്ക്കും സംഭരിക്കും. കൂടാതെ മുരിങ്ങയില കിലോഗ്രാമിന് 40 രൂപ, നാടൻ കറിവേപ്പില 50 രൂപ, കസ്തൂരി മഞ്ഞൾ 50 രൂപ എന്നിവയും സംഭരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മുല്ലപ്പൂ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 1 കിലോ മുല്ലപ്പൂവിന് 7000 മുതൽ 8000 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. ഉത്സവ വിവാഹ സീസണും ഉൽപ്പാദനക്കുറവുമാണ് വിലക്കുതിപ്പിന് കാരണം. മുല്ലപ്പൂവിന്റെ വില സംസ്ഥാനത്ത് കുതിച്ചുയരുകയാണ്. മൊത്ത വിപണിയിൽ 1 മുഴം മുല്ലപ്പൂവിന് 100 മുതൽ 120 രൂപ വരെയും ചില്ലറ വിപണിയിൽ 150 മുതൽ 175 രൂപ വരെയുമാണ് നിലവിലെ വില. ഓണവിപണി വിലയേക്കാൾ ഏകദേശം 25% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കിലോയ്ക്ക് 2000 രൂപയായിരുന്ന വിലയാണ് പെട്ടെന്ന് 8000 രൂപ വരെ എത്തിയത്. വിവാഹങ്ങൾ, ഉത്സവകാലം, പൊങ്കൽ, ആഘോഷങ്ങൾ എന്നിവ മൂലമുള്ള ഉയർന്ന ആവശ്യവും ഉൽപ്പാദനക്കുറവുമാണ് വിലവർധനവിനു പിന്നിലെന്ന് വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്ടിലെ ചില മേഖലകളിൽ മുല്ലപ്പൂ വില കിലോയ്ക്ക് 12000 രൂപ വരെ എത്തിയതോടെ കേരളത്തിലേക്കുള്ള പൂവിന്റെ വരവ് കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തും വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. മുല്ലപ്പൂവിനൊപ്പം മറ്റു പൂക്കളുടെയും വില കുതിച്ചുയരുകയാണ്. കനകാംബരം മുഴത്തിന് 80 മുതൽ 100 രൂപ, ചെത്തി 80 രൂപ, പിച്ചിക്ക് 120 രൂപയുമാണ് വില. റോസിന് 10 മുതൽ 25 രൂപ വരെയും താമരയ്ക്ക് 25 മുതൽ 40 രൂപ വരെയും വില ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, everlasting comfort and durability.